നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ച് സൈനിക നടപടികൾ അവസാനിപ്പിച്ച് തിരികെ വന്നിട്ടും പാകിസ്ഥാന് രക്ഷയില്ല. തലങ്ങും വിലങ്ങും അടിയോടടി പാക് പട്ടാളം ഇപ്പോൾ ചത്തു വീഴുകയാണ്. പാകിസ്ഥാനിൽ നിർണായക മുന്നേറ്റം നടത്തി മുന്നേറുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി. തലസ്ഥാനമായ ക്വറ്റ പിടിച്ചതിന് പിന്നാലെ കലാട്ട് ജില്ലയിലെ മങ്കോച്ചർ നഗരത്തിന്റെ നിയന്ത്രണവും പിടിച്ചെടുത്ത് BLA മുന്നേറുകയാണ്. ഇവിടെ നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. പാകിസ്ഥാൻ പട്ടാളത്തിലെ നിരവധി പേരെ കൊന്നൊടുക്കി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലുടനീളമുള്ള 39 വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്നും BLA വക്താവ് ജിയാൻഡ് ബലൂച്ച് പറഞ്ഞു. ക്വറ്റയിൽ വലിയ പോരാട്ടം നടത്തിയാണ് ആ പ്രദേശം ബലൂജ് പിടിച്ചെടുത്തത്. അവിടെയും നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലൂജ് ആർമി കൊന്നൊടുക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റിടങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ബലൂജ് ആർമി. ഇക്കൂട്ടത്തിൽ നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ഇപ്പോൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള വലിയൊരു പോരാട്ടത്തിൽ വലിയ രീതിയിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ബലൂജ് ലിബറേഷൻ ആർമിയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആയുധങ്ങൾ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്ത് അനധികൃതമായി വേർതിരിച്ചെടുക്കാൻ പുറത്തുള്ളവരെ സഹായിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന സൈനിക വാഹന വ്യൂഹങ്ങളെ ആക്രമിച്ചുവെന്നാണ് BLA വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ പ്രദേശത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ദേശീയപാതകൾ ഉപരോധിക്കുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം കൂടുതൽ കടുത്തത് ഒരവസരമായി എടുത്തുകൊണ്ടായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി മറ്റൊരു വശത്തുകൂടി ആക്രമണം ശക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഇന്ത്യ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് പിന്മാറിയിട്ടുണ്ട്. എങ്കിലും അടികൊണ്ട് തളർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം. പെട്ടെന്ന് ബലൂജിനോട് തിരിച്ചടിക്കാനോ പിടിച്ചു നിൽക്കാനോ പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കീഴടങ്ങുകയാണ്. ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിലും കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിമതർ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പാകിസ്ഥാന്റെ പതാക പിഴുതെറിഞ്ഞ് സ്വന്തം പതാക സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സ്വതന്ത്രരായി എന്നാണ് ബലൂജ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബലൂജ് ലിബറേഷൻ ആർമി അതിശക്തമായി അടിച്ചു കയറി മുന്നോട്ട് വരുമ്പോൾ ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെന്നും അധികാരം ഇമ്രാൻഖാന് കൈമാറണം എന്നുള്ള ആവശ്യവുമായി ഇമ്രാൻഖാന്റെ പാർട്ടി പൊതുനിരത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആക്രമണം തുടങ്ങിയതോടെ ഒളിച്ചോടിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പൊടി പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ത്യയോട് വെടിനിർത്തൽ കരാറിന് വേണ്ടി അപേക്ഷിക്കാൻ പോലും ഷഹബാസ് ഷെരീഫ് രംഗത്തേക്ക് വന്നിരുന്നില്ല. പകരം പാകിസ്ഥാൻ ആർമി ചീഫാണ് അമേരിക്കയോട് എത്രയും പെട്ടെന്ന് മധ്യസ്ഥത വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കാനൊക്കെ ചെന്നത്. എന്നാൽ ആരുടെയും മധ്യസ്ഥത കശ്മീർ വിഷയത്തിൽ വേണ്ട എന്ന് ഇന്ത്യ നേരത്തെ എടുത്ത നിലപാടാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് ഷഹബാസ് ഷെരീഫിന്റെ പൊടി പോലും പാകിസ്ഥാനിൽ കാണാനില്ല എന്നുള്ളതാണ്. BLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം BLA തടഞ്ഞിരുന്നു. തടവുകാരെ മോചിപ്പിച്ച ശേഷം 7 സൈനികരെയാണ് അവർ ക്വറ്റയ്ക്കടുത്ത് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് വലിയ രീതിയിൽ ക്വറ്റയിൽ പാകിസ്ഥാൻ പട്ടാളവും ബലൂജ് ലിബറേഷൻ ആർമിയും തമ്മിൽ പോരാട്ടം നടക്കുകയും ഒടുവിൽ അടിയറവ് പറഞ്ഞ് പാകിസ്ഥാൻ പട്ടാളം ഓടുകയുമായിരുന്നു. അങ്ങനെയാണ് ബലൂജ് ക്വറ്റ പിടിച്ചെടുക്കുന്നത്. അതിനു മുൻപ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ 20 പാകിസ്ഥാൻ സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് BLA ക്വറ്റയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഈ സമയങ്ങളിലെല്ലാം പാകിസ്ഥാൻ ഇന്ത്യയുമായി പോരാട്ടത്തിലായിരുന്നു. പോരാട്ടം എന്ന് പോലും പറയാൻ കഴിയില്ല. ഇന്ത്യയിൽ നിന്ന് അടി ഇരന്നു മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നാളുകളായി നടത്തുന്നതെന്ന് BLA പറയുന്നു. ബലൂജ് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ചു കൊല്ലുകയോ ആണ് പാക് പട്ടാളം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെയും ഉപദ്രവിക്കുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടുന്നില്ല എന്ന് ബലൂജ് പറയുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. BLA നടത്തുന്ന പോരാട്ടം പാക് ഭരണസിരാ കേന്ദ്രമായ ഇസ്ലാമാബാദിനും പാക് സൈന്യത്തിനും വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകണം എന്നതാണ് ഇവരുടെ ആവശ്യം.
രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ അവഗണന, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ബലൂചിസ്ഥാന്റെ സ്വത്വം സംരക്ഷിക്കാനുള്ള ആഗ്രഹം എന്നിവയാണ് പോരാട്ടത്തിന് പിന്നിലെ കാരണങ്ങൾ. 2025 തുടക്കം മുതൽ BLA നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ. പാക് ഭരണകൂടത്തിന്റെ സാമ്പത്തിക ചൂഷണവും സൈന്യത്തിന്റെ ഇടപെടലുകളുമാണ് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. ധാതു സമ്പന്നമായ ബലൂചിസ്ഥാനിൽ നിന്ന് അവ തട്ടിയെടുത്ത് പ്രദേശത്തെ മനഃപൂർവ്വം അവഗണിക്കുന്നുവെന്നാണ് പാക് ഭരണകൂടത്തിനെതിരെ ബലൂജ് ആർമികൾ ഉയർത്തുന്ന വാദം. പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ചേർന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയാണ് പ്രവിശ്യ സർക്കാരിൽ നിയമിക്കുന്നത് എന്നും ബലൂചിസ്ഥാൻ സ്വദേശികളുടെ പ്രധാന വാദങ്ങളിലൊന്നാണ്. അതിനാൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള പല നേതാക്കളും യുവാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ സൈന്യത്തിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഇറാനിലേക്കും സിന്ധ് പ്രവിശ്യയിലേക്കും വരെ വ്യാപിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധത്തെയും സുപ്രധാന പദ്ധതികളെയും ബാധിക്കുന്നുമുണ്ട്. പാക് പഞ്ചാബികളുടെയും ചൈനക്കാരുടെയും ആധിപത്യത്തിനെതിരെ കൂടിയാണ് ബലൂജികളുടെ പോരാട്ടം. സായുധ സംഘം പ്രധാന റോഡുകൾ തടസ്സപ്പെടുത്തുന്നതിനു പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ചൈനീസ് പൗരന്മാരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണ്. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നും ബലൂചിസ്ഥാനിൽ നടപ്പാക്കുന്ന നയങ്ങൾ പാകിസ്ഥാൻ മാറ്റണമെന്നും BLA ആവശ്യപ്പെടുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇവർക്ക് സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും വരെ പിന്തുണ ലഭിക്കുന്നത് ശ്രദ്ധേയമാണ്. അസ്ഥിരമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാന് വലിയ തലവേദനയും ഭീഷണിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് BLAക്ക് സഹായം നൽകുന്നത് എന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ഇന്ത്യയാണ് BLAക്ക് പിന്നിലെ പ്രധാന ശക്തിയെന്നും പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പാവയാണ് BLA എന്ന ആരോപണമടക്കം പാകിസ്ഥാൻ മന്ത്രിമാർ പോലും നിരവധി തവണ ഉയർത്തിയിട്ടുള്ള ആരോപണമാണ്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഇന്ത്യ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് നല്ല വെടിപ്പായി പറഞ്ഞിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ നിന്ന് അടിയിരന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ യുദ്ധഭൂമിയിൽ നെഞ്ചിൽ തുള വീണ് കിടക്കുകയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് കിട്ടിയ പ്രഹരത്തിൻ്റെ ചൂട്, ക്ഷീണം അടുത്ത കാലത്തൊന്നും മാറാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ പട്ടാളം അക്ഷരാർത്ഥത്തിൽ തോറ്റ് തൊപ്പിയിട്ടു. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ല. ഈ ഘട്ടത്തിലാണ് ബലൂജികളും കയറി അടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.